വാഷിംഗ്ടൺ ഡിസിയിലെ തെരുവുകളിൽ ഭവനരഹിതരായ മനുഷ്യരുടെ ജീവിതം ഒരു നേരത്തെ അന്നത്തിനും സുരക്ഷിതമായ ഒരിടത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ ജീവിതം പലപ്പോഴും അധികാരികളുടെ കണ്ണിൽ അസുന്ദരമായ ഒരു കാഴ്ചയായി മാറാറുമുണ്ട്. സ്വന്തമായി വീടോ വരുമാനമോ ഇല്ലാത്ത ഇവർ ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവരുടെ ഒരേ ഒരു അഭയമായിരുന്ന ചെറിയ ടെന്റുകൾ പോലും ഇല്ലാതാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അവർക്ക് അവശേഷിച്ചത് ശൂന്യമായ തെരുവുകളും അകത്തളങ്ങളിൽ കരയുന്ന ആത്മാക്കളും മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ നിന്നാണ് ഈ ദുരിതങ്ങളുടെ തുടക്കം. ട്രംപ് തന്റെ ഗോൾഫ് ക്ലബിലേക്കുള്ള യാത്രാമധ്യേ ഭവനരഹിതരായ ആളുകളുടെ കൂടാരങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് അത് അസുന്ദരമായ ഒരു കാഴ്ചയായി തോന്നി. ഉടൻ തന്നെ ഭവനരഹിതർ ഉടൻ തന്നെ പുറത്തു പോകണമെന്നും നമ്മുടെ മനോഹരമായ പാർക്കുകളിൽ നിന്ന് അവരെ നീക്കം ചെയ്യൂ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ തീരുമാനമായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. സാധാരണഗതിയിൽ ഒരാഴ്ചത്തെ നോട്ടീസ് നൽകി നീക്കം ചെയ്യാറുള്ള ക്യാമ്പുകൾ അതിവേഗം ഒഴിപ്പിക്കാൻ നഗര അധികാരികൾക്ക് നിർദ്ദേശം ലഭിച്ചു. ഈ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ആദ്യത്തെ ഇരകളിൽ ഒരാളായി 66-കാരനായ ബിൽ തിയോഡി എന്ന വ്യക്തിക്ക് തന്നെ ടെന്റ് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ട്രംപിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് തിയോഡിയുടെ ടെന്റ് ആയിരുന്നു. തന്നെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചതിൽ അദ്ദേഹത്തിന് വല്ലാത്ത വേദനയും ഉണ്ടായിരുന്നു. വർഷങ്ങളോളം നിർമ്മാണ ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന തിയോഡിക്ക് 2018 മുതൽ സ്ഥിരമായി ജോലിയില്ലാതായി. ഇതാണ് അദ്ദേഹത്തെ തെരുവിലേക്ക് എത്തിച്ചത്. 65-കാരനായ ജോർജ് മോർഗൻ എന്ന മറ്റൊരു വ്യക്തിക്കും തന്റെ പ്രിയപ്പെട്ട നായ ബ്ലൂവിനൊപ്പം തെരുവിൽ കഴിയേണ്ടി വന്നു. 11 പേർ താമസിച്ചിരുന്ന ഒരു വലിയ ക്യാമ്പ് ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്തപ്പോൾ അധികാരികൾ അവർക്ക് സംസാരിക്കാൻ പോലും അവസരം നൽകാതെ പോകാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഈ സംഭവം ഭവനരഹിതരായ ആളുകളുടെ നിസ്സഹായത എത്രത്തോളം വലുതാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഒരു വ്യക്തി നൽകിയ പണം കൊണ്ട് 3 രാത്രി ഒരു ഹോട്ടലിൽ താമസിക്കാൻ തിയോഡിക്ക് സാധിച്ചു. എന്നാൽ അടുത്ത ദിവസം എവിടെ പോകുമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ലായിരുന്നു. ദൈവം എപ്പോഴും സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തതായി ദൈവം എന്താണ് ഒരുക്കുന്നതെന്ന് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ അതിജീവന പോരാട്ടം തുടർന്നു. ഇത് ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ നേർക്കാഴ്ചയാണ്.